لا تدعوا على أنفسكم إلا بالخير فإن الملائكة تؤمنون على ما تقولون. ഇവിടുന്ന് ഖൈറല്ലാത്തൊരു വാക്ക് പറഞ്ഞു പോകരുത് മക്കളെ. ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഖൈർ പറഞ്ഞാലും ഷർറ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറയും. അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറയും. അത് ഖൈർ പറഞ്ഞാൽ ഖൈറിനാവും ആമീൻ, ഷർറ് പറഞ്ഞാൽ അത് ഷർറിനായി തീരും. അതുകൊണ്ട് നല്ലതേ പറയാവൂ. ആസന്ന മരണനായ രോഗിയുടെ അടുത്ത് എന്നാൽ തന്നെ അവന് വേണ്ടി ദുആ ചെയ്യണം. അവിടെ പോയി ഇങ്ങനെ കുന്തം പോലെ നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ വെച്ച് ദുആ ചെയ്യുന്നതിന് ആമീൻ പറയാൻ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തിന്റെ ഒരു വലിയ വ്യൂഹം തന്നെ അവിടെയുണ്ട്. മരിച്ച ആളെ കാണാൻ ചെന്നാലും അവിടെ പോയി നോക്കിയിട്ട് മയ്യത്തിന്റെ മുഖം ഒന്ന് കണ്ടുപോരലല്ല, മറിച്ച് അവിടെ ചെന്നാൽ ആ മയ്യത്തിന് വേണ്ടിയിട്ടും ആ മയ്യത്തിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും തനിക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം. ആ ദുആക്ക് ആമീൻ പറയാൻ അല്ലാഹുവിന്റെ മലായികത്തുണ്ട്. ഇതൊരു വല്ലാത്ത സന്ദർഭമാണ്. രോഗം കാണാൻ ചെന്നാലും മയ്യത്തിനെ കാണാൻ ചെന്നാലും അവിടെ വെച്ച് ദുആ ചെയ്യാനാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തിനെ അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ മരിച്ച മയ്യത്തിന് വേണ്ടി മാത്രമല്ല അത് വരക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി വന്ന ഹദീസിൽ വന്ന ഒരൊറ്റ ദുആയിലും മയ്യത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്ത് നിർത്തിയതായിട്ട് കാണില്ല. 3 കൂട്ടർക്ക്, 1 മയ്യത്തിന് വേണ്ടി, 2 മയ്യത്തിന്റെ കുടുംബത്തിന് വേണ്ടി, 3ാമത് ഈ സന്ദർശകന് വേണ്ടി, തനിക്കും ഈ മയ്യത്തിനും ഈ മയ്യത്തിന്റെ ബന്ധുക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ ഖൈർ കൊണ്ടാകുമ്പോൾ ആ ഖൈറിനും മലായികത്ത് ആമീൻ പറയും. ഷർറ് കൊണ്ടാണെങ്കിൽ ആ ഷർറിനും അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറയും. അപ്പം മരിച്ചോടത്ത് ചെന്നാലും മരിക്കാൻ കിടക്കണോടത്ത് ചെന്നാലും നമ്മൾ വേണ്ടത് ദുആ ചെയ്യാണ്. എന്നാ പിന്നെന്തിനാ ഫാത്തിഹ ഓതി വരക്കണേ? ഇത് ബയലെറിഞ്ഞു പോയാലും പോരല്ലേ? നമ്മളിപ്പോ ക്ലാസ് ആകുമ്പോൾ വെറും ബയലായ പറ്റില്ല, അതിന്റെ ഇടയ്ക്ക് മസനിയും പറയണ്ടേ? സാധാരണ ഫാത്തിഹ ഓതി വരക്കൽ അല്ലെങ്കിൽ യാസീൻ ഓതി വരക്കലാണല്ലോ. എന്തിനാ? അപ്പൊ ഒരു ഇസ്കാർ ചോദിച്ചു, ബാക്കി ഉസ്താദ് തന്നെ ചോദിച്ചു, എന്താ അതിന്റെ വിശ്വാസം ചെയ്യാനിട്ടല്ല, അതിന്റെ തെളിവെന്താണ്? അതായത് ഒരാൾ യാത്ര പോകാനാണെങ്കിൽ അവിടെയും പോയാലും യാസീനോതി വരക്കുക, ഒരു മയ്യത്ത് കൊണ്ടുപോകാനാണെങ്കിൽ അവിടെയും യാസീനോദിട്ട് തന്നെ ഇത് വരക്കുക, നേരമില്ലാത്ത ഇറക്കാണെങ്കിൽ ഫാത്തിഹ ഓതി വരക്കും. എല്ലായിടത്തും ഫാത്തിഹ ഓതി വരക്കും. ഇന്നത്താണ് ഫാത്തിഹ ഓതി. എടാ, ദുആ ചെയ്യാൻ തന്നെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തല്ലേ? ഈ ഇബാദത്ത് എന്ത് ഇബാദത്താണ്? പരിതാതി ഇബാദത്തുണ്ടല്ലോ. നമുക്ക് വല്ലതും കിട്ടാൻ വേണ്ടി ചോദിക്കല്ലേ? കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതിനും അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതല്ലേ? എന്താ പറഞ്ഞേ? വബ്തഗൂ ഇലൈഹിൽ വസീല. അത് അള്ളാഹ് പറഞ്ഞല്ലേ, അത് ലൈഫ് ഹദീസൊന്നുമല്ലല്ലോ. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങളുടെ ആവശ്യ സാധ്യത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അത് എന്ത് പ്രാർത്ഥനയാണെങ്കിലും വേണ്ട, യാത്രക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും വേണ്ടിയില്ല, സൂക്കേട് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും വേണ്ടിയില്ല, മരിച്ചാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ട, വേറെ എന്തിനു വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് നിങ്ങൾ ഒരു വസീല വെക്കണം. എന്താ വസീല? സാലിഹ അമല വസീല. അതിലാർക്കും തർക്കില്ലല്ലോ. സാലിഹ അമൽ ഖുർആൻ, സാലിഹ അമലുള്ള ചങ്ങായിമാർ എവിടുന്നായിട്ട് നിങ്ങളൊക്കെ സിലാബ് പഠിച്ചതേക്കും? എനിക്കത് മനസ്സിലാണില്ല. ഖുർആൻ ഓതിദ്വാർക്കും അങ്ങനെ നബി ചെയ്തണോ? ഖുർആനിൽ പറഞ്ഞോ? ഖുർആനിൽ പറഞ്ഞാ പിന്നെ നബി ചെയ്തണോന്ന് ചോദ്യം ഉണ്ടോ? പിന്നെ അവിടെ വബ്തഗൂ ഇലൈഹിൽ വസീലാണ് അള്ളാഹ് പറഞ്ഞല്ലേ ഖുർആനിൽ. അത് ലൈഫ് ഹദീസാ. അള്ളാഹുവിലേക്ക് നിങ്ങൾ ആവശ്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതെന്ത് ആവശ്യ സാധ്യമാവട്ടെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വസീല ഉണ്ടാവട്ടെ. എന്താണ് വസീല? അൽഅമാലു സ്വാലിഹ. ലോകത്ത് ഒരു വിഭാഗത്തിനും തർക്കമില്ലാത്തതാണല്ലോ സ്വാലിഹ അമലോട് വസീലാക്കാൻ. എന്നാ അതുകൊണ്ട് തന്നെ വസീല ആക്കുന്നുള്ളൂ. അത് ഖൗമിന് തിരിഞ്ഞിട്ടില്ല. അത് ചിലവർക്ക് തിരിഞ്ഞിട്ടുണ്ട്, ചിലവർക്ക് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും സ്വാലിഹ് അമൽ കൊണ്ടുള്ള തവസ്സുല് മാത്രമേ ഇസ്ലാമിൽ അംഗീകാരമുള്ളൂ. ഇയാളൊരു പുതിയ മദ്ഹബ് പറയാണെന്ന് വിചാരിക്കരുത്. ചില ആളുകൾ, ചില ഇമാമിങ്ങളൊക്കെ തന്നെയും മഹാന്മാരെ കൊണ്ടും വസീലയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരല്ല ഈ പറയുന്നത്. ഏത് സ്വാലിഹ് അമൽ കൊണ്ട് വസീലയാക്കാന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്നാ അതോടുകൂടി മഹാന്മാരെ കൊണ്ടും തവസ്സുലാക്കാം എന്ന് ചിലര് പറഞ്ഞണല്ലോ. അതിന്റെ ആവശ്യമില്ല. പറഞ്ഞു തെറ്റാന്നല്ല, എന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത പറയേണ്ട ആവശ്യമില്ലല്ലോ. ആകെ ഒറ്റ തവസ്സുലേ ഉള്ളൂ, വസീല ഒറ്റൊന്ന്, സ്വാലിഹ് അമൽ മാത്രം. ബദരീങ്ങളെ കൊണ്ട് വസീലാക്കണില്ലേ?
മുത്തുനബിനെ വസീലാക്കണില്ലേ, അംബിയാ മുർസലീങ്ങളെ വസീലാക്കണില്ലേ? ആയിക്കോട്ടോ. എന്താണ് ബദരീങ്ങളെ വസീലാക്കുക എന്ന് പറഞ്ഞാൽ വസീല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള മാധ്യമം എന്നല്ലേ? ഓലെ മുന്നിൽ നിർത്തിയിട്ട് അതിന്റെ ബാക്കിൽ ഞാൻ നിൽക്കുന്ന എന്നാ ഓലെ താത്തുകൊണ്ട് വസീലാക്കാന്നറിയാം. ഓരോ നമ്മളെ മുന്നിൽ നിർത്തി വരിയാഴ്ച ഇങ്ങനെ നിർത്തി, എന്നിട്ട് അതിന്റെ ബാക്കിൽ നമ്മൾ നിന്ന് അവിടെ എത്താനുള്ള വസീലാണ് ഒരു താത്തുകൊണ്ട് വസീല. അങ്ങനെ വസീലില്ല ആരെ പറഞ്ഞു? താത്തുകൊണ്ടുള്ള തവസ്സുല് പറഞ്ഞിട്ടൊന്നും ഇല്ല സത്യത്തിൽ. ബദരീങ്ങളോടുള്ള മഹബത്ത്, അംബിയാ മുർസലീങ്ങളോടുള്ള മഹബത്ത്, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അത് ഈമാനാണ്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്ന് പറഞ്ഞ ഈമാനാണ് മഹബത്ത്. ആ മഹബത്താവുന്ന ഈമാൻ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ഈമാനാണ്. ആ ഈമാൻ വസീലാക്കിയിട്ടാ ചോദിക്കുന്നത്. ബദരീങ്ങളെ ഹക്കുണ്ട്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഹക്കുണ്ട്, മുത്തുനബിന്റെ ഹക്കുണ്ട്. എന്താക്കടോ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ വലിയാണ്, നബിയാണ്, ഷഹീദാണ് എന്ന നിലക്ക് ഞാൻ മഹബത്ത് വെക്കുന്നു. ഇതൊരു സ്വാലിഹായ അമലാവുന്ന എന്റെ ഈമാനാണ്. അത് മുൻനിർത്തിക്കൊണ്ട് പടച്ചോനെ നിന്നോട് ആ സത്രേ ഉള്ളൂ. അമല് കൊണ്ടുള്ള വസീലാണ്. അതന്നെ എല്ലാത്തിലും അതന്നെ. എന്നാ പിന്നെ അബൂജാലിന്റെ ഹക്കുണ്ട്, ഫിറോന്റെ ഹക്കുണ്ട് എന്നൊക്കെ ചോദിച്ചൂടെ? അങ്ങനെ വിലങ്ങി ചോദിക്കണവർക്ക് ഇപ്പൊ അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ട്? മഹബത്തിന്റെ ഹക്കുകൊണ്ടാണെങ്കിൽ ഇത് ബൂദിന്റെ ഹക്കുകൊണ്ട് എന്നും വരൂലേ? അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്നല്ലേ ഈമാന്? അള്ളാഹുവിനുള്ള മഹബത്തും ഈമാനാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പും ഈമാനാണ്. അബൂജാലിനോട് നമുക്കുണ്ടാ വെറുപ്പ്? നമ്മളെ അതിരിയർക്ക ചെയ്തണോ? നമ്മളെ അതിരിയർക്കിയെങ്കിൽ അയാളോട് നമുക്ക് ഭയങ്കര വെറുപ്പുണ്ടാവും. അതില്ല. അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്ക് റിബലായിട്ട് അയാൾ മത്സരിച്ചണോ? അതൊന്നല്ല. അയാൾ അള്ളാന്റെ ശത്രുവാണെന്നുള്ളതുകൊണ്ട് അയാളോട് നമുക്കുള്ള വെറുപ്പ് അല്ലേ? ഫിറോനോട് എന്താ ഉള്ള വെറുപ്പ്? ഫിറോന് ഇന്ത്യ ഭരിക്കാൻ ചെന്നണോ? നമ്മൾ ഇന്ത്യക്കാരല്ലേ? അയാൾ അവിടെ എന്തോ ഭരിക്കാതൊക്കെ എന്തോ ചെയ്തോട്ടെ, നമ്മളെ നാട്ടിൽ അയാൾ വന്നിട്ടില്ലല്ലോ. പിന്നെ അയാളോട് നമുക്ക് എന്താ വെറുപ്പ്? അള്ളാന്റെ ശത്രുവാണെന്നുള്ള വെറുപ്പ്. അപ്പൊ അള്ളാഹുവിന്റെ ശത്രുവാണെന്നുള്ള നിലക്കുള്ള വെറുപ്പും അള്ളാഹുവിന്റെ മുഹിബ്ബാണ് എന്നുള്ള നിലക്കുള്ള മഹബത്തും അത് ഈമാനാണ്. അപ്പോ ഈ പറയുന്ന മഹാന്മാരോടുള്ള ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരോടുള്ള മഹബത്താവുന്ന ഈമാൻ എന്ന് പറയുന്ന പുണ്യകർമ്മം മുൻനിർത്തിക്കൊണ്ട് റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പുണ്യകർമ്മമാണ് വസീല. എന്നാ അപ്പൊ ഇങ്ങനെയും ചോദിക്കാലോ, ഒരു പുണ്യകർമ്മം തന്നെയല്ലേ? ഓരോടുള്ള വെറുപ്പ് അറിയണ ഈമാൻ തന്നെയല്ലേ? അത് സൂലാതെ സംഗതി അങ്ങനെ റെഡിയാണ്, ഓക്കെയാണ്, സംഗതി ഓക്കെയാണ്. പക്ഷെ എന്തായുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അദബ് കേടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റേ വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫത്റസ്സമാവാതി വൽഅർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു പോറ്റുന്ന റബ്ബേ നിന്നിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുന്നു അങ്ങനെ പറയും. അങ്ങനെ പറയണ്ടേ? ആ സമയത്ത് വജ്ജഹത്തു വജ്ഹിയല്ലദീ ഖലഖൽ ഖിറത വൽ ഖനാസീർ എന്ന് പറയുകയാണെങ്കിൽ തെറ്റല്ല, പറയാൻ പാടില്ല. കൊരങ്ങുകളെയും പന്നികളെയും പടച്ചു പോറ്റുന്ന റബ്ബേ നിന്നിലേക്ക് ഞാൻ പറയാൻ പാടില്ല. സംഗതി എല്ലാം പഠിച്ചാൽ തന്നെയാണ്. യാ ഖാലിഖൽ ഖിറദത്തി വൽ ഖനാസീർ എന്ന് അള്ളാഹുവിനെ സ്തുതിയായിട്ട് ഒരാളും പ്രാർത്ഥിക്കാറില്ല. അതേ സമയത്ത് യാ ഖാലിഖസ് സമാവാതി വൽ അർള് എന്ന് ദുആർക്കാറുണ്ട്. രണ്ടും അള്ളാഹു ഖൽഖ് ചെയ്ത തന്നെ, രണ്ടിന്റെയും ഖാലിഖ് അള്ളാഹു തന്നെ. അപ്പൊ ഇത് അദബ് കേടാണ്. ദുആയുടെ രംഗത്ത് സംഗതി അമലല്ലായില്ല. അപ്പൊ പറഞ്ഞു വന്ന് അപ്പൊ എന്താ പറഞ്ഞു? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ഇസ്തിഗ്ഫാർ അതൊക്കെ അമലാന്നുള്ള കാര്യത്തെ തർക്കമില്ലല്ലോ. അള്ളാഹുവിന്റെ കലാമാവുന്ന ഖുർആൻ സ്വാലിഹായ അമലാണെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ പപ്പതിന്റെ ഇടയ്ക്ക് മറ്റേ കൗമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ വിഷയത്തിൽ നിന്ന് പോകുമല്ലോ എന്നുള്ള എനിക്ക് പറയാഞ്ഞാലും വയ്യ, അത് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള ഇത് അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയാല് മുട്ടത്ത് വർക്കിന്റെ നോവൽ വായിക്കുന്നത് പോലെയാണ് എന്ന് ഒരു ഖതീബ് പ്രസംഗിക്കുന്നതായി കേട്ടു. അതിന് ശരിയാണോ? എന്താണ് മുജീബിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചോ? മുജീബ് പറഞ്ഞത് അത് പറഞ്ഞേ പോരാന്ന. അത് പറഞ്ഞേ പോരാ. കാരണം എന്താ? മുട്ടത്ത് വർക്കിന്റെ നോവൽ വായിക്കണമെങ്കിൽ വേണല്ലോ തിരിഞ്ഞിരിക്കുക. അത് ചെയ്യണ്ടേ? മുട്ടത്ത് വർക്കിന്റെ നോവൽ ഇരിയാത്ത വായിക്കോ? അപ്പൊ ഖുർആൻ അർത്ഥം അറിയാതെ ഒരാൾ ഓതുകയാണെങ്കിൽ ഒരു നോവല് വായിക്കുന്ന പോലും സ്ഥാനം അതിന് ഇല്ല എന്ന് പറയുന്നത് അത് ഇസ്ലാമല്ല.
വേറൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല. അത് ഇസ്ലാം അല്ല. അള്ളാഹുവിന്റെ കലാമാവുന്ന ഖുർആൻ ഓതല് മാത്രല്ല, വെറുതെ മുസാഫ് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ആ ഹറഫ് മക്ക് നോക്കലേ ഇബാദത്താണ്. ടെൻഷൻ വായിക്കണ്ട, വെറുതെ മുസാഫ് മറച്ചിട്ട് ഇങ്ങനെ ആ വരി അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി എന്താണ് അള്ളാഹുവിന്റെ കലാം എഴുതിയ വരികളാണിത് എന്ന ബഹുമാനത്തോടുകൂടി ആ അക്ഷരത്തിലേക്ക് നോക്കല് മാത്രം ഇബാദത്താണ്. ഒരാൾ അപ്പുറത്തുനിന്ന് ഓതിക്കൊണ്ടിരിക്കുന്നു, ചുവടോർത്തത് കേൾക്കുന്നൊരു ഇബാദത്താണ്. എന്നിട്ടല്ലേ ഓതുന്നത് ഇബാദത്താണ്. അർത്ഥം അറിഞ്ഞാലും ഇബാദത്താണ്, അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ഇബാദത്താണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കലാമാണത്. ഈ ഖുർആനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മുൽ ഖുർആൻ ഫാത്തിഹ. ബാങ്ക് ആരാ കുട്ടികളെ ഒന്ന് കൊടുക്കാരെങ്കിലും ഒരാൾ. അപ്പോ മരിക്കാൻ കിടക്കുന്നിടത്തായാലും മരിച്ചിടത്തായാലും ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പ് ഒരു വസീല വേണം എന്ന് അള്ളാഹുവും കൽപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടു കൂടി പ്രാവർത്തികമാക്കലാണ് സാധാരണ നമ്മുടെ ഉലമാക്കളൊക്കെ അമൽ ചെയ്ത് കാണിച്ചു തന്നത്. യാസീനോ അതിന് സമയമില്ലെങ്കിൽ ഫാത്തിഹയും ഇഖ്ലാസോ ഓതിയിട്ട് ദുആ ചെയ്യാം. എന്നാൽ ദുആന്റെ മുമ്പ് വസീല വേണം എന്ന് പറഞ്ഞ ഖുർആന്റെ കൽപ്പനയും അമലായി. അവിടുന്ന് ദുആ ചെയ്താൽ ഉത്തരമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസിന്റെ അമലുമായി ഒരേ സമയത്ത് ഖുർആനും ഹദീസും രണ്ടും അമലായി. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തആല ഉത്തരം ചെയ്യും, മരിക്കാൻ കിടക്കുന്നിടത്താണെങ്കിലും മരിച്ചോടത്താണെങ്കിലും. ഇനി മരിക്കാൻ കിടക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വുദു. നേരത്തെ പറഞ്ഞു, വുദു ഉള്ളായാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യത്തിന് അത് സഹായിക്കും. തനിക്ക് റൂം അതിന് സജ്ജമാണെങ്കിൽ. ഇനി അതോപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. അത് റൂഹ് പുറപ്പെടൽ എളുപ്പമാകാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ സാധാരണ പോലെ നമ്മൾ ബ്രഷ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, കഴിയുന്ന നിലക്ക് സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് ബ്രഷ് ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്താണ്. തന്നെയുമല്ല മഹാന്മാർ പറഞ്ഞത്. അതുകൊണ്ട് റൂഹ് പുറപ്പെടൽ ഏതായാലും റൂഹ് പുറപ്പെടാതിരിക്കില്ല. അപ്പൊ അതിന്റെ പ്രയാസം കുറഞ്ഞ് റൂഹ് പുറപ്പെടൽ സൗകര്യപ്രദമാകാൻ അത് സഹായിക്കും എന്ന്. അങ്ങനെ പിടിച്ച ഈ റൂഹ് അസ്രായീൽ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന രണ്ടാലൊരു ടീമിന് ഇവര് ഇതാണ് വക്കീല മൻറാക്ക് അവിടെ ചർച്ച ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഓർഡർ റഹ്മത്തിന്റെ അഹിലാണെങ്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തിനെ ഏൽപ്പിക്കാനും, അല്ല അദാബിന്റെ അഹിലാണെങ്കിൽ അദാബിന്റെ മലായിക്കത്തിനെ ഏൽപ്പിക്കാനും ഓർഡർ അടുത്ത സെക്കൻഡിൽ തന്നെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച മലക്കുകൾ റഹ്മത്തിന്റെ അഹിലുകാരനാണ് ഈ മരണപ്പെട്ട മുഅ്മിൻ എങ്കിൽ ആ സ്വർഗത്തിൽ നിന്നിട്ട് കൊണ്ടുവന്ന സുഗന്ധം പൂശി സ്വർഗത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് സന്തോഷകരമായ നിലക്ക് കൈമാറി അവിടെ കൊണ്ടുപോകുകയല്ല സംവിധാനം. ഒരാൾ അടുത്ത ആൾക്ക് കൈമാറി, അയാൾ അടുത്ത ആൾക്ക് കൈമാറി, അയാൾ അടുത്ത ആൾക്ക് കൈമാറി പോവാൻ. ഈ പോകുന്ന സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷം മുഴുവനും സുഗന്ധപൂരിതമായിരിക്കും. അപ്പോൾ മലായിക്കത്ത് ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ സുഗന്ധം അടിച്ചു വീശുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഭൂമുഖത്തിൽ നിന്ന് വരുന്ന ഈ സുഗന്ധം എവിടുന്നാണ്? അപ്പൊ മറ്റേ ആള് ഈ കൊണ്ടുപോകുന്ന മലക്ക് പറയാണ്, അത് നമ്മളെ കുഞ്ഞാപ്പുട്ടിയെ താഴത്തിലെ കുഞ്ഞാപ്പുട്ടിന്റെ റൂഹ. ഓന് വലിയ ഇഷ്ടമുള്ള പേര് അങ്ങനെ വിളിക്കടാ, എന്നാ അങ്ങനെ മലക്ക് പറയുള്ളൂന്നാ. ഓന്റെ പേര് കുഞ്ഞുപോക്കറ്റീന്ന. പക്ഷെ അത് അങ്ങനെ വിളിക്കണ ഓന് വലിയൊരു ഇഷ്ടമല്ല. കുഞ്ഞുപോക്കറ്റീന്ന് എല്ലാവരും കുഞ്ഞാപ്പുട്ടി എന്നാ വിളിക്കുക. ഓന് വലിയ ഇഷ്ടമാണ്. എന്നാ അതേ മലക്ക് പേര് പറയുള്ളൂ. ഇവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സന്തോഷകരമായ പേരെന്താണോ ആ പേര് പറഞ്ഞിട്ട് മലക്ക് പറയാം എന്നെ ആളുടെ റൂഹാണ്. അങ്ങനെ ഓരോ മലക്കുകളും അടുത്ത ആൾക്ക് കൈമാറി ഒന്നാനാകാശം വരെ എത്തി. ഒന്നാനാകാശത്തിലെത്തുന്ന സമയത്ത് ഹദീസാട്ടോ, ഞാൻ ഹദീസിന്റെ പദങ്ങൾ വായിക്കാതെ ചുരുക്കി പറയാം.